എന്റെ ഇന്നലത്തെ പരിപാടി ഉഷാറായിന് കേട്ടോ. ഇഷ്ടപ്പെട്ടാ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെ പരിപാടി ഇപ്പൊ അടിപൊളി അല്ലാതെ. എന്റെ ഇന്നലത്തെ പരിപാടി കണക്ക് പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ. പണ്ടത്തെ കാര്യ? അതെന്താ കേക്കട്ടെ. കുറച്ച് മുമ്പാണ്, എനിക്കൊരു 10-18 വയസ്സുള്ളവരും. അപ്പൊ ഇപ്പൊ ഉള്ളവരെ മറ്റേ കുളിമുറിയൊന്നും ഇല്ലല്ലോ പണ്ട്. മറ്റേ ഓല കെട്ടിയ ഒരു ഇതില്ലേ, കുളിപ്പര മറ ഓല ഇങ്ങനെ മടഞ്ഞു കെട്ടിയിട്ടുള്ള. അതിന് പിന്നെ ചെറിയ ചെറിയ ഹോട്ടലുണ്ടാവും ഇങ്ങനെ അതുള്ളതുകൊണ്ട് നമ്മളെന്താ ചെയ്യാന്ന് ചോദിച്ചാല് ഒരു 8-9 മണിയിലാകുമ്പോ ഒന്ന് കുളിക്കുക രാത്രി. അല്ലെങ്കിൽ പിന്നെ എല്ലാരും കാണൂലേ, അത് ചോദിച്ച് അങ്ങനെ കുളിക്കും. അപ്പൊ ഞാനിത് കുളിക്കുന്ന കേട്ടിട്ട് ഒരാള് സ്ഥിരമായിട്ട് ഒരാൾ വരാനുണ്ട്. കുളിക്കുന്ന സ്ഥിരമായിട്ട് ഒരാൾ വരുവാ? അപ്പൊ നീ സൗണ്ട് നോക്കൂല? തൊട്ടേ അയൽവക്കം തന്നെയാണ്. എനക്കും ഇഷ്ടം സൗണ്ടാക്കണ്ട. അപ്പൊ നിങ്ങളെ പ്ലാനിങ് മറ്റേ ഇത് ഞാൻ കുളിക്കുന്ന സമയം നോക്കിയിട്ട് ശബ്ദം കേൾക്കൂ. അവൻ വരുന്ന വരെ ഞാൻ തുറക്കും, ഇങ്ങനെ വെള്ളം ഒഴിച്ചോണ്ടേയിരിക്കും. അപ്പൊ അവൻ ആദ്യമായിട്ട് വരുന്ന ഒരു ദിവസം അങ്ങനെ വന്ന്. അപ്പൊ അന്ന് വന്നപ്പോ ഞാൻ പിന്നെ സൗണ്ട് നോക്കിയിട്ടില്ല. അപ്പൊ ഈ തോർത്ത് പിടിച്ചിട്ടാണല്ലോ കുളിക്കുക. അങ്ങനെ കുളിച്ചുകൊണ്ട് ഇവൻ കണ്ടിട്ട് ഇവൻ അങ്ങനെ അന്നൊരിച്ച് അങ്ങനെ പോയി. അപ്പൊ ഞാൻ സൗണ്ട് നോക്കാതെ കൊണ്ട് അത് മനസ്സിലായി, ഇഷ്ടായിന്ന് മനസ്സിലായി. അപ്പൊ പിറ്റേ ദിവസവും അവനെടുത്ത് ആ സമയം തന്നെ വന്നപ്പോ ഞാൻ അവൻ നല്ല ഇതിന്റെ അകത്തും കേറി. നമ്മൾ പറയണ്ടല്ലോ, പരിപാടി അങ്ങ് തുടങ്ങി. അപ്പം ഞാൻ ചോദിക്കുന്ന, നീ ഒന്നും സൗണ്ട് നോക്കിയില്ല, അപ്പൊ നിനക്ക് ഇഷ്ടമാണല്ലേ? 18 വയസ്സിലല്ലേ, ആയിരിക്കുമെങ്കിൽ ഇഷ്ടാകാണ്ടിരിക്കുക. അയ്യോ. പണ്ടത്തെ കാലം പിന്നെ അങ്ങനെ നമ്മള് വേറെ പൊട്ടാരോടും അങ്ങനെ പറയുന്നില്ലേ, അങ്ങനെ അറിയാനും പറ്റും. അപ്പൊ പിന്നെ ഇങ്ങനെ ഇങ്ങനെ സ്ഥിരമായിട്ട് വരും. എന്നിട്ട് ഇത് കളി നടക്കുവോ നേരം? പിന്നെ അത് പറയണം. ഞാനിങ്ങനെ സോപ്പിന്റെ പതയിലും കുളിച്ചിങ്ങനെ സോപ്പെല്ലാം തേച്ച് നിൽക്കുമ്പോ ചെലപ്പോ ഈ തോർത്ത് ഉണ്ടാവൂല കേട്ടാ. തോർത്തെല്ലാം സോപ്പിന്റെ പതയിൽ ഒഴുകി അങ്ങ് പോകൂലേ? വെള്ളം പോരുന്ന ഇതിൽ തന്നെ അങ്ങ് ഒഴുകി പോയിക്കൊള്ളു. അപ്പൊ ഇവനോ? അപ്പൊ രണ്ടാളിങ്ങനെ നനഞ്ഞ് നിക്കുവയ്യ? ശരിക്കും പറഞ്ഞാല് നമ്മള് രണ്ടാളും ഒരുമിച്ചാണ് കുളി. എന്നിട്ട് അതൊരു രസം തന്നെയാണ് കേട്ടാ. ഇപ്പൊ പറ്റൂലല്ലോ. നീ അത് പറയുന്ന കേട്ടായിരുന്നു തന്നെ. ഞാൻ ആ സമയത്തേക്ക് പോയി. പണ്ടത്തെ കാലത്തെ കളി എന്ന് പറഞ്ഞാലില്ലേ, ഇപ്പോഴത്തെ കാലത്തെ കളികളൊന്നുമല്ല കേട്ടോ. അപ്പൊ വീട്ടിന്റെ അടുത്ത് തന്നെയല്ലേ ഈ കുളിപ്പുര? അപ്പൊ വീട്ടുകാരിൽ ആളൊന്നുമില്ലേ? ലൈറ്റ് അങ്ങനെ ഇല്ലല്ലോ. പഴയ ചെമ്മണി.
ആ ലൈറ്റ് ആയിരിക്കും അല്ലേ? അപ്പൊ പിന്നെ ആര് കാണാനാ? മണ്ണെണ്ണ വിളക്ക്. അത് ശരിയാണ് കേട്ടാ. ഉം. അപ്പൊ പിന്നെ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അവിടെ അല്ല. പിന്നെ ഒരു പറമ്പത്ത് ഒരു വീട് ഉം. കുറച്ച് അപ്പുറമായിട്ട് അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ദിവസമുള്ള കലാപരിപാടിയാ? ദിവസം ആ അധിക ദിവസം ഉണ്ട്. ഉം. ചിലപ്പോ അവനെ എവിടെയും പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ, എന്നാലും അവൻ ഇങ്ങനെയും വരും കേട്ടോ. ഏ, എനിക്കതല്ല, നീ ഇപ്പൊ തന്നെ ഇങ്ങനെ കാണുമ്പം തന്നെ ഒരു വക ആൾക്കാർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ അന്ന് എങ്ങനെയായിരിക്കും നിന്റെ അവസ്ഥ? 18 വയസ്സെന്നെല്ലാം പറയുമ്പോ കളി അതോ എന്നിട്ട് മോശമൊന്നുമല്ല. എന്നിട്ട് അല്ല, അന്നേരം ശരിക്കുള്ള കളി നടക്കുമോ അല്ലെങ്കിൽ ചുമ്മാ അല്ല ഇത് ഇങ്ങനെ ഒന്ന് വന്ന് ഇങ്ങനെ തടവി കളിച്ച് പോക്കാം? ഒന്നുമില്ലാന്ന് ഇപ്പത്തെ കളി പോലെയൊന്നുമല്ല. പണ്ട് ഇതിനേക്കാളും ഉഷാറാ. അപ്പൊ ഇങ്ങനെ നിന്നിട്ടാണ് അല്ലെങ്കിൽ കുളിപ്പുരയിലേക്ക് കിടക്കാനൊന്നും പറ്റില്ലല്ലോ. നിന്നിട്ടുണ്ട്, വണങ്ങിയിട്ടുണ്ട്. ഫുൾ ടൈം കളി തന്നെ. ബാക്കില് അതെല്ലാം പണ്ടേ ഉണ്ട് കേട്ടാ. ഞാൻ വിചാരിച്ച ഇതൊക്കെ നമ്മുടെ കാലത്ത് ഇപ്പാണ്. അതൊരു കാലം. ഇപ്പോഴത്തേത് 18 എന്ന് പറയുമ്പോ എനിക്കിപ്പോ ഒരു 10-15 വർഷം മുന്നേ അല്ലേ? 15 20? 10 വർഷം മുന്നേ. ആ ഭാഗ്യവാനൊന്ന് കാണണമായിരുന്നു. ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ അവനുണ്ട്. ഇപ്പൊ അങ്ങനെ നീ പണ്ട് കുറച്ച് ദൂരെയല്ലേ താമസിച്ചിരുന്നത്? അവിടെ തന്നെ ആയിരിക്കൂലേ? അവിടെ തന്നെ ഉള്ള ആളാ? തന്നെ. ഇപ്പൊ അങ്ങനെ പിന്നെ ശരിയാവില്ലേ. പിന്നെ കെട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം കാലം വിട്ടായിരിക്കും അല്ലേ? അപ്പൊ ഇപ്പൊ അടുത്താണ് നമ്മളെയൊക്കെ കിട്ടിയത്. ഇപ്പൊ അടുത്തല്ലേ? മോശമൊന്നുമല്ല കേട്ടാ. മോശമൊന്നുമല്ല. അതൊക്കെ ഞാനും മോശമൊന്നുമല്ല. പക്ഷെ നിന്റെ ആ ഒരു സമയത്തൊക്കെ ഒരുമിച്ച് കളിക്കാൻ കിട്ടുമെന്നെല്ലാം പറഞ്ഞാല് അതൊരു 1-1.5 കളിയായിരിക്കൂലേ ആ സമയം? ആ പ്രായം എന്നെല്ലാം പറഞ്ഞാലില്ലേ, അപ്പൊ നമുക്ക് ഒരു വേറെ തന്നെ ഒരു തെറിക്കുന്ന സമയല്ലേ? കളിക്കാൻ ഉഷാറുള്ള സമയം. അന്നേരം ഈ ആഗ്രഹങ്ങൾ ഉണ്ടാ ശരിക്കും? നേരം ഉണ്ടാവുമല്ലോ അല്ലേ? ഇടപെട്ടാലും ഒരു കുളിരുന്ന സമയല്ലേ? പറയണ്ടല്ലോ. അല്ല, എന്നാലും ഈ ചങ്ങായി അന്നേരം ദിവസം ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അല്ല, നീ കാത്ത് ആ സമയം നോക്കിയിട്ടായിരിക്കും ഇന്നലെ കുളിക്കുന്നുണ്ടാവുമല്ലേ? ആ സമയം സ്ഥിരമായിട്ട് കുളിക്കുമ്പോ അപ്പൊ അവനോട് പിറ്റേന്ന് ഞാൻ പറയും, ഞാൻ ഈ സമയം തന്നെയാണ് നാളെ ഉണ്ടാവുക. അപ്പൊ ഡെയിലി കാണുമോ? തലേന്ന് വന്നാല് ഞാൻ പറയും, നാളെയും ഞാൻ ഈ സമയം തന്നെ കുളിക്കൂ, അപ്പൊ നീ വരണേന്ന്. പണ്ട് ഫോണൊന്നും ഇല്ലേ. അപ്പൊ എവിടുന്ന കാണുമോ? ഇത് കണ്ടുമുട്ടുന്ന എവിടെയാ? കണ്ടുമുട്ടുന്നത് കുളിക്കുന്ന സമയം കണ്ടുമുട്ടും. അല്ല, ഇത് പറയുന്നത് പറയുമ്പോ അന്നേരം തന്നെ പറയും. അത് ശരി. അപ്പൊ തന്നെ ഞാൻ പറയൂ, നാളെ ഈ സമയം തന്നെ നീ വരണമെന്ന് പറയൂ. അത് ശരി. അപ്പൊ ഞാൻ വിചാരിച്ചേ പകല് കണ്ടിട്ട് പ്ലാൻ ചെയ്ത് പകല് കണ്ടിട്ട് അങ്ങനെ പറയൂ. ആൾക്കാര് ഇന്നത്തെ പോലെ പണ്ട് ആണും പെണ്ണും മിണ്ടുന്ന പ്രശ്നമല്ലേ? അപ്പൊ ആ സമയം തന്നെ ഞാൻ പറയൂ. അവന് ആ സമയം വരും. പണ്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കളികളൊക്കെ നടക്കുന്നത് ഈ കോളി സമയത്താണോ? അല്ല, ഈ സമയത്താണല്ലോ എല്ലാരും അധികം പുറത്തല്ലേ ഉണ്ടാവും. ഒരു വലിയ വീട്ടിലല്ലേ കുളിമുറിയിൽ അകത്തുണ്ടാവും. അതെ, ഇപ്പൊ അധികത്തും ഇങ്ങനെ പുറത്തായിരിക്കൂലേ, അതുപോലെ വെട്ടി മറിക്കിയത്. അപ്പൊ അങ്ങനെ ആരും അധികം ഒച്ചപ്പാടൊന്നും നോക്കില്ലേ.
ഇതിനോട് താല്പര്യം ഇഷ്ടത്തോടെ ഒച്ചപ്പാടൊന്നും ആക്കൂലല്ലോ. അതൊരു നമ്മളെ ഒരു ഇതില് എന്നാ എല്ലാം നടക്കുകയും ചെയ്യും. ആ സമയത്ത് നമ്മളൊന്നും ആ ഭാഗത്തുനിന്നില്ലാണ്ടായി. അല്ല ഒരു കുളിക്കുന്ന സമയമുള്ളത് ഞാൻ ആലോചിച്ചു നോക്കി. നീ ആലോചിച്ച് എന്നെ കൊതിപ്പിക്കണ്ട. എന്തെന്നെ ആയാലും നമുക്കും ഒന്ന് ഇതുപോലെ ഒന്ന് കുളിമുറിയിൽ കാണണം. ഓക്കെ മതി. ഞാൻ ഇപ്പം കേട്ടിട്ട് വല്ലാണ്ടായി. ശരി എന്നാല്.